ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അത ഏകഷഷ്ടിതമോധ്യായ. ഇന്ന് 61-ാമത്തെ അധ്യായത്തിലെ 1 മുതൽ 19 വരെയുള്ള ശ്ലോകങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. ഭഗവാന്റെ ഭാര്യമാരെല്ലാം ഭഗവാന്റെ മായയാൽ മോഹിതരായി. ഭഗവത് തത്വത്തെ അറിയാത്ത അവർ ഭഗവാൻ തങ്ങളെ എല്ലാം പ്രേമിക്കുന്നു എന്ന് വിചാരിച്ചു. രുക്മിണി മുതലായ ഓരോ ഭാര്യമാർക്കും 10 പുത്രന്മാർ ഉണ്ടായി. അവരെല്ലാം സൗന്ദര്യം, ജ്ഞാനം, വീര്യം മുതലായ ഗുണങ്ങളിൽ കൃഷ്ണനോട് സദൃശർ ആയിരുന്നു. കൃഷ്ണന്റെ പുത്രന്മാരും പൗത്രന്മാരും ആയിട്ട് ബഹുകോടി സന്താനങ്ങൾ കൃഷ്ണ പരമ്പരയിൽ ജനിച്ചു. ഇത്രയും ഭാഗമാണ് ഇന്ന് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 1. ശ്രീശുകോവാച ഏകൈകശസ്താ കൃഷ്ണസ്യ പുത്രാൻ ദശദശാബലാഹ അജീജനത് അനവമാൻ പിതു സർവ ആത്മാസമ്പദാ. ഏകൈകശ താഹ കൃഷ്ണസ്യ പുത്രാൻ ദശ അബല. കൃഷ്ണസ്യ കൃഷ്ണന്റെ താ അബല ആ സ്ത്രീകൾ, കൃഷ്ണന്റെ ഭാര്യമാർ, ഏകൈകശ ഓരോരുത്തിയും, പിതുഹു പിതാവിന്റെ സർവാത്മസമ്പദ സകലകളായിരിക്കുന്ന ആത്മസമ്പത്തുകൾ കൊണ്ട് അനവമാൻ തുല്യരായ ദശദശപുത്രൻ 10 പുത്രന്മാരെ അജീജന ജനിപ്പിച്ചു. അപ്പൊ കൃഷ്ണന്റെ ഓരോ ഭാര്യമാരിലും 10 പുത്രന്മാർ ജനിച്ചു. പിന്നെ ഒരു പുത്രിയും കൂടെ, ഓരോരുത്തർക്കും ഓരോ പുത്രിയും ഉണ്ടായിരുന്നു. അത് ഇനി അടുത്ത ഭാഗത്തിലാണ് പറയുന്നത്. ഏകൈകശസ്താ കൃഷ്ണസ്യ പുത്രാൻ ദശദശാബല അജീജനൻ അനവമാൻ പിതു സർവാത്മസമ്പദ. ശ്ലോകം 2. ഗൃഹാത് അനപകം വീക്ഷ്യ രാജപുത്രോച്യുതം സ്ഥിതം പ്രേഷ്ടം ന്യംസത സ്വം ന തത്വവിദ സ്ത്രിയഃ. ഗൃഹാത് അനപകം രാജപുത്ര്യഃ രാജപുത്രികൾ ഗൃഹത്തിൽ നിന്ന് അനപകം എങ്ങും പോകാതെ സ്ഥിതം വസിക്കുന്ന അച്യുതം ഭഗവാനെ വീക്ഷ്യ കണ്ടിട്ട് സ്വം പ്രേഷ്ടം തങ്ങളുടെ അതിപ്രിയനായിട്ട് നംസത വിചാരിച്ചു. അപ്പൊ ഭഗവാൻ പല രൂപങ്ങൾ സ്വീകരിച്ചാണ് ഓരോരുത്തരുടെ അടുത്ത് പോകുന്നത്. അപ്പൊ എല്ലാവരും വിചാരിച്ചെന്താണ്, എന്നോടാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം എന്ന് വിചാരിച്ചു. സ്ത്രീകൾ തത്വവിധ അവന്റെ പരമാർത്ഥത്തെ അറിയുന്നവരായി ഭവിച്ചില്ല. ഭഗവാൻ ആത്മാരാമനാണ്, അത് അവർക്കൊന്നും അറിഞ്ഞുകൂടാ. അവർ വിചാരിച്ചു തങ്ങളോട് ക്രീഡിക്കുന്ന ഭഗവാനാണ്, എപ്പോഴും തങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട് എന്ന് വിചാരിച്ചു. അവർക്ക് അങ്ങനെയുള്ള തോന്നലുളവാക്കാൻ ഭഗവാൻ പല രൂപങ്ങൾ സ്വീകരിച്ച് എല്ലായിടത്തും ഇങ്ങനെ പോകുമായിരുന്നു. പക്ഷെ സ്ത്രീകൾക്ക് ഭഗവാന്റെ പരമാത്മ തത്വം അറിയില്ലായിരുന്നു. ഗൃഹാദനപകം വീക്ഷ്യ രാജപുത്ര്യോച്യുതം സ്ഥിതം പ്രേഷ്ടം നംസത സ്വംസം ന തത്വവിദ സ്ത്രിയഃ. ശ്ലോകം 3. ചാർവാബ്ജ കോശവദനായത ബാഹുനേത്ര സപ്രേമ സരസവീക്ഷിത വൽഗുജൽപൈ സമ്മോഹിതാ ഭഗവതോ ന മനോവിജേതും സ്വർവിഭ്രമൈ സമശകൻ വനിതാ വിഭൂമ്ന. ചാർവ അബ്ജ കോശ വദന ആയത ബാഹു നേത്ര എല്ലാം ഒരു സമസ്ത പദമാണ്. സപ്രേമ ഹാസ രസ വീക്ഷിത വൽഗുജൽപൈഹി.
ശാർവ സുന്ദരമായ അബ്ജകോശ താമരപ്പൂ മുട്ടുപോലുള്ള വദന മുഖം കൊണ്ടും ആയതബാഹു നീണ്ട കൈകളും നേത്ര കണ്ണുകളുകൊണ്ടും പ്രേമഹാസ പ്രേമത്തോടുകൂടിയ പുഞ്ചിരി കൊണ്ടും രസവീക്ഷിത രസത്തോടുകൂടിയുള്ള നോട്ടം കൊണ്ടും വൽഗുജൽപൈഹി മനോഹര സല്ലാപം കൊണ്ടും സമ്മോഹിത ഏറ്റവും മോഹിച്ചിരുന്ന വനിതാ സ്ത്രീകൾ സ്വൈവിഭ്രമൈ അവരവരുടെ വിലാസങ്ങൾ കൊണ്ട് വിഭൂമ്ന സർവവ്യാപിയായ ഭഗവാന്റെ മനസ്സിനെ വിജയിതും ജയിക്കാനായിക്കൊണ്ട് ന സമശകൻ ശക്തകളായില്ല. അപ്പോ സുന്ദരികളായ സ്ത്രീകൾ എല്ലാവരും ഭഗവാന്റെ മനസ്സിനെ ഇളക്കാൻ നോക്കി. പക്ഷേ ഭഗവാന്റെ ആ പരിപൂർണ സ്വരൂപന്റെ സച്ചിദാനന്ദ സ്വരൂപന്റെ മനസ്സിനെ ഇളക്കാൻ ആർക്കും സാധിച്ചില്ല. ഭഗവാന്റെ മനസ്സ് എപ്പോഴും ആത്മാരാമൻ ആത്മാവിൽ രമിക്കുന്നവനായിരുന്നു. പക്ഷെ മനുഷ്യ അവതാരം സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് മനുഷ്യനാട്യങ്ങൾ പോലെ എല്ലാം കാണിക്കുന്നു എന്നേ ഉള്ളൂ. അതെല്ലാം ഭഗവാന്റെ മായയാണ്. അത് ആ സ്ത്രീകൾക്ക് മനസ്സിലായില്ല. ചാർവബ്ജഘോഷവദനായത ബാഹുനേത്ര സപ്രേമഹാസരസവീക്ഷിത ബൽഗുജൽപൈ സമ്മോഹിതാ ഭഗവതോ ന മനോവിജേതും സ്വർവിഭ്രമൈ സമശകൻ വനിതാ വിഭൂമ്നഹാം. ശ്ലോകം 4. സ്മയാവലോക ലവദർശിത ഭാവഹാരി ഭ്രൂമണ്ഡല പ്രഹിത സൗരത മന്ത്രശൗണ്ഡൈ പത്ന്യസ്തു ഷോഡശ സഹസ്രം അനംഗബാണൈർ യസ്യേന്ദ്രം വിമതിതും കരണൈർ നശേഗുഹു. സ്മയാ അവലോക ലവദർശിത ഭാവഹാരി ഭ്രൂമണ്ഡല പ്രഹിത സൗരത മന്ത്ര ശൗണ്ഡൈഹി. അതൊരു വലിയ സമസ്തപദമാണ്. സ്മയാവലോക ഗൂഢമായ ചിരിയോടുകൂടിയുള്ള നോട്ടത്താൽ ലവദർശിത ഭാവഭാര സൂചിക്കപ്പെടുന്ന അഭിപ്രായത്തെ അധികം സ്പഷ്ടമാക്കുന്ന ഭാവഹാരി മനോഹരങ്ങളായ ഭ്രൂമണ്ഡല പുരികങ്ങളാൽ അയക്കപ്പെട്ടവയും സൗരത മന്ത്ര ശൗണ്ഡൈ സുരത മന്ത്രങ്ങളെ ഉപദേശിക്കാൻ സമർത്ഥങ്ങളുമായിരിക്കുന്ന അനംഗബാണൈർ മന്മഥ ബാണങ്ങളാലും കരണൈർ മറ്റു പ്രവൃത്തികളാലും ഷോഡശ സഹസ്രം 16,000 പത്ന്യഹ തു ഭാര്യമാരും യസ്യ യാതൊരുത്തന്റെ ഇന്ദ്രിയം മനസ്സിനെ വിമതും ക്ഷോഭിപ്പിക്കാൻ നശേഹു ശക്തകളായില്ല. അപ്പൊ ഭാര്യമാരുടെ വിലാസങ്ങളാണ് അവർ അനുരാഗത്തെ അറിയിക്കുന്ന ഗൂഢമായ ചിരി നോട്ടം പുരികക്കൊടികളെ ചലിപ്പിച്ച് സുരത കേളി പ്രോത്സാഹിപ്പിക്കുന്ന കാമബാണങ്ങൾ അയച്ചു ഭഗവാന്റെ മനസ്സിനെ ഇളക്കാൻ അവരെല്ലാവരും നോക്കി. പക്ഷേ ഈ 16,000-ൽ പരം ഭാര്യമാർക്കും 16,008 ഭാര്യമാർക്കും ഭഗവാന്റെ മനസ്സിനെ ശോഭിപ്പിക്കാൻ സാധിച്ചില്ല. പക്ഷെ അവർക്ക് തോന്നും ഭഗവാന് അവരോട് പ്രേമമാണെന്ന്. പക്ഷെ ഭഗവാൻ എപ്പോഴും ആത്മാവിൽ രമിച്ചിരിക്കുകയായിരുന്നു. സ്മയാവലോകല്ലവദർശിത ഭാവഹാരി ഭ്രൂമണ്ഡല പ്രഹിത സൗരത മന്ത്രശൗണ്ഡൈ പത്ന്യസ്തു ഷോഡശ സഹസ്രം അനംഗബാണൈർ യസ്യേന്ദ്രം വിമതിതും കരണൈർന ശേഖുഹു. ശ്ലോകം 5. ഇത്തം രമാപതിം അവാപ്യ പതിം സ്ത്രീയസ്താ ബ്രഹ്മാദയോ വിനവിദു പദവീം യദീയാം പേജിർമുദാ വിരതം ഏധിതയാനുരാഗ ആസാവലോക നവസംഗമ ലാലസാദ്യം. ഇതം രമാപതിം അവാപ്യ പതിം സ്ത്രീയഃ താ. ഇതം ഇപ്രകാരം താഹ സ്ത്രീയഃ ആ സ്ത്രീകൾ രമാപതിം ലക്ഷ്മി ഭർത്താവിനെ പതിയും സ്വഭർത്താവായിട്ട് അവാപ്യ പ്രാപിച്ചിട്ട്
യദീയാം പദവി, ഏതരത്തികളെ സംബന്ധിച്ച പദവികളെ ബ്രഹ്മാദയ അഭി, ബ്രഹ്മാവ് മുതലായവരും നവിദു അറിഞ്ഞിട്ടില്ല. ബ്രഹ്മാവ് പോലും ഭഗവാന്റെ മാഹാത്മ്യത്തെ അറിഞ്ഞിട്ടില്ല. പിന്നെയാണോ ഈ സ്ത്രീകള്? അപ്പൊ ഈ സ്ത്രീകൾ അവിരതം എപ്പോഴും ഏതിതയ വർത്തിച്ചതായ മുത സന്തോഷത്തോടുകൂടി അനുരാഗ ഹാസ അപലോക നവസംഗമ ലാലസാദ്യം, അനുരാഗത്തോടുകൂടിയ പുഞ്ചിരി, നോട്ടം, നവസംഗമത്തിൽ ഔത്സുക്യം, ഇങ്ങനെയുള്ള ഭാവത്തെ ഭേജു അവർ പ്രാപിച്ചു. ഭഗവാന്റെ മനസ്സിനെ അവർക്ക് എത്രയൊക്കെ അനുരാഗം, പുഞ്ചിരി, കടക്കൺ നോട്ടം എത്ര പഴകിയാലും അത് പുതിയതെന്ന് തോന്നിക്കുന്ന വിധത്തിൽ അവർ ഉത്സാഹം കാണിച്ചു. പക്ഷെ ഭഗവാന്റെ മനസ്സിനെ ഇളക്കാൻ അവർക്കൊന്നും സാധിച്ചില്ല. ഇത്തം രമാപതിയും അവാപ്യ പതിം സ്ത്രീയസ്ത ബ്രഹ്മാദയോ വിനവിദു പദവീം യദീയാം പേജിർമുദാ വിരതമേതിതയാ അനുരാഗ ആസാവലോക നവസംഗമ ലാലസാദ്യം. ശ്ലോകം 6. പ്രത്യുഗ്മ ആസന വരാഹർഹണ പാദശൗച താംബൂല വിശ്രമണ വീജന ഗന്ധമാല്യേ കേശപ്രസാര ശയന സ്നപനോപകാര്യൈർ ദാസീശതാപി വിഭോർവിദതുസ്മ ദാസ്യം. അപ്പോ ഭഗവാൻ അടുത്ത് വരുമ്പോൾ അവര് എല്ലാ കാര്യങ്ങളും അവർക്ക് ഓരോരുത്തർക്കും പ്രത്യേകം 100 ദാസിമാര് ഉണ്ടെങ്കിലും അവര് ഭഗവാൻ അടുത്ത് വരുമ്പോൾ ദാസിമാരെ കൊണ്ട് ഒന്നും ചെയ്യിക്കുകയില്ല. എല്ലാം അവര് തന്നെ ചെയ്തു കൊടുക്കും. കൃഷ്ണൻ അടുത്ത് വരുമ്പോൾ കൃഷ്ണന്റെ സ്നേഹം പിടിച്ചു പറ്റാൻ അവരാദ്യം എന്ത് ചെയ്യുന്നു? പ്രത്യുദ്ഗമ, എതിരേറ്റ് ചെന്ന് സ്വീകരിച്ച് ആസന, ഇരിപ്പിടങ്ങൾ ഭഗവാന് പെട്ടെന്ന് കൊടുക്കും. വരാർഹണ, അർഘ്യപാദാദികൾ, പാദശൗചം, കാൽ കഴുകും, താമ്പൂലം കൊടുക്കും. വിശ്രമണ വീജന, ഭഗവാനെ തലോടും, എന്നിട്ട് വീശിക്കൊടുക്കും. ഗന്ധമാല്യേ, ചന്ദനം മുതലായവ പൂശിക്കൊടുക്കും. ഗന്ധമാല്യേ, മാല കെട്ടി ചാർത്തും. കേശപ്രസാര, തലമുടി ചീകി ഒതുക്കി കൊടുക്കും. ശയന, കിടക്ക വിരിച്ചു കൊടുക്കും. സ്നപനോ ഉപകാരിയെ, സ്നപ കുളിപ്പിച്ച് ഉപകാരിയർ ഭക്ഷണമൊക്കെ കൊടുക്കും. ദാസീശതാപി, 100 കണക്കിന് ദാസിമാർ ഉണ്ടെങ്കിലും വിഭോർ വിധതുസ്മ ദാസ്യം, അവര് തന്നെ ഇതെല്ലാം ചെയ്യും. സകല പ്രവൃത്തികളും അവർ തന്നെ ചെയ്ത് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദാസിമാരെ കൊണ്ടൊന്നും ചെയ്യിപ്പിക്കുകയില്ല. എല്ലാം ഭഗവാന് വേണ്ടി അവർ തന്നെ ചെയ്യും. പ്രത്യുഗ്മ ആസന വരാർഹണ പാദശൗച താംബൂല വിശ്രണ വീജന ഗന്ധമാല്യൈ കേശപ്രസാര ശയന സ്നപനോപകാരൈർ ദാസീശതാപി വിഭോർവിദതുസ്മ ദാസ്യം. ശ്ലോകം 7. താസാമ്യ ദശപുത്രാണാം കൃഷ്ണസ്ത്രീണാം പുരോദിതാഃ അഷ്ടൗ മഹിഷ്യ തത്പുത്രാൻ പ്രത്യുജ്ഞാതി ഗൃണാമിതേ. താസാം യാ ദശപുത്രാണാം, താസാം അവരുടെ മധ്യത്തിൽ, അതായത് 16,008 ഭാര്യമാരുണ്ടല്ലോ, അതിൽ യാ അഷ്ടവും മഹിഷ്യ, 8 മഹിഷികൾ, 8 ഭാര്യമാരതൊക്കെയാണ്. ആദ്യത്തെ രുക്മിണി, പിന്നെ ജാമ്പവതി, സത്യഭാമ, കാളിന്തി, മിത്രവിന്ദ, സത്യ, ഭദ്ര, ലക്ഷ്മണ, ഇങ്ങനെ 8 ഭാര്യമാർ. മുമ്പ് ഉദിത പറയപ്പെട്ടുവോ. തത്പുത്രാൻ അവരുടെ പുത്രന്മാരായ പ്രത്യുജ്ഞാതി, പ്രത്യുജ്ഞൻ മുതലായവരെ തേ നിന്നോട് ഗൃണ്ണാമി പറയാം. അപ്പൊ എല്ലാ പേർക്കും 16,008 കൊണ്ട് ഓരോരുത്തർക്കും 10 പുത്രന്മാരാണ്. അതില് പ്രധാനപ്പെട്ട 8 പേരെയാണല്ലോ വിവാഹം കഴിച്ചത്. മറ്റേത് നരകാസുരൻ ബന്ധനത്തിൽ ഇട്ടിരുന്ന 16,000 അപ്പൊ ഈ 8 പേരുടെ, അല്ലാതെ ഇത്രയും പേരുടെ പേര് പറഞ്ഞാൽ അത് തന്നെ കുറെ അധ്യായം വരും. 16,000
അപ്പൊ 8 പേരുടെ മക്കളുടെ കാര്യം ഇവിടെ പറയുകയാണ്. താസാമ്യാ ദശപുത്രാണാം കൃഷ്ണസ്ത്രീണാം പുരോഹിത അഷ്ടൗമവിഷ്യ തത്പുത്രാൻ പ്രത്യുമ്നാദി ഗൃണാമിതാൻ. പ്രത്യുമ്നൻ മുതലായ മക്കളുടെ കാര്യം പറയാം. ശ്ലോകം 8 രുക്മിണിയുടെ മക്കളുടെ കാര്യമാണ് പറയുന്നത്. 8, 9. ചാരുദേഷ്ണാസുദേഷ്ണശ്ച ചാരുദേഹശ്ച വീര്യവാൻ സുചാരു ചാരുഗുപ്തശ്ച ഭദ്രശ്ചാരു തഥാപരഃ ചാരുചന്ദ്രോ വിചാരശ്ച ചാരുശ്ച ദശമോഹരേ പ്രത്യുമ്ന പ്രമുഖാ ജാത രുക്മിണ്യാം നാവമാ പിതുഃ. ഇപ്പൊ രുക്മിണിയില് നാവമ സദൃശ്യരായി, കൃഷ്ണന് സദൃശ്യരായി 10 പുത്രന്മാർ. അവരുടെ പേരാണ് എന്താണ്? ചാരുദേഷ്ണ, സുദേഷ്ണൻ, ചാരു, ദശമോ ഹരേ. ചാരു ദശമോ ഹരേ പ്രത്യുമ്ന പ്രമുഖ. പ്രത്യുമ്നൻ ആണ് പ്രമുഖനായിട്ടുള്ളത്. അല്ലല്ല, ആദ്യത്തേത് ചാരുദേഷ്ണ, സുദേഷ്ണ, അടുത്ത് ചാരു ദേഹൻ, അത് വീര്യവാനായ ചാരുദേഹൻ. സുചാരു, ചാരുഗുപ്തൻ, ച എന്ന് പറഞ്ഞ ഗുപ്തനും, ഭദ്രചാരു തഥാ അപര. ബാക്കിയുള്ളവര് അടുത്ത 9ാമത്തെ ശ്ലോകം. ചാരുചന്ദ്രൻ, വിചാരുശ്ച എന്ന് വെച്ചാൽ വിചാരുവും, ചാരുശ്ച ചാരു, ദശമോ ഹരേ 10 പുത്രന്മാർ. പ്രത്യുമ്ന പ്രമുഖാജാത. പ്രത്യുമ്നൻ മുഖ്യനായിട്ടുള്ളവന്. ആദ്യമുണ്ടായത് പ്രത്യുമ്നനാണ്. രുക്മിണ്യ നാവമാ പിതുഹു. പിതാവിന് തുല്യരായി, സദൃശ്യരായി ഇങ്ങനെ രുക്മിണിക്ക് 10 പുത്രന്മാർ ഉണ്ടായി. ചാരുദേഷ്ണ സുദേഷ്ണശ്ച ചാരുദേഹശ്ച വീര്യവാൻ സുചാരു ചാരുഗുപ്തശ്ച ഭദ്രശ്ചാരു തഥാപര ചാരുചന്ദ്രോ വിചാരുശ്ച ചാരുശ്ച ദശമോഹരേ പ്രത്യുമ്ന പ്രമുഖാ ജാത രുക്മിണ്യാ നാവമാ പിതുഹു. ഇനി അടുത്ത് 10, 11 സത്യഭാമയുടെ പുത്രന്മാരാണ്. ഇതൊക്കെ ഇനി പേരുകൾ മാത്രമേ ഉള്ളൂ. ഭാനു സുഭാനു സ്വർഭാനു പ്രഭാനുർഭാനുമാൻ തഥാ ചന്ദ്രഭാനുർ ബൃഹദ്ഭാനുർ അതിഭാനുർസ്തഥാഷ്ടമ ശ്രീഭാനു പതിഭാനുശ്ച സത്യഭാമ ആത്മജാദശ. സത്യഭാമ ആത്മജാദശ. സത്യഭാമയുടെ 10 പുത്രന്മാർ ആരൊക്കെ? ഭാനു, സുഭാനു, സ്വർഭാനു, പ്രഭാനു, ഭാനുമാൻ തഥാ. അപ്രകാരം ഭാനു, ചന്ദ്രഭാനുർ, ബൃഹദ്ഭാനുർ, അതിഭാനുർ തഥാ അഷ്ടമ. അടുത്ത 8ാമത്തത് ശ്രീഭാനു, പ്രതിഭാനു, സത്യഭാമ ആത്മജ ദശ. അങ്ങനെ 10 പേർ സത്യഭാമയിൽ ജനിച്ചവർ. ഭാനു സുഭാനു സ്വർഭാനു പ്രഭാനുർഭാനുമാൻസ്തത ചന്ദ്രഭാനു ബൃഹദ്ഭാനുർ അതിഭാനുർ തഥാഷ്ടമ ശ്രീഭാനു പ്രതിഭാനുശ്ച സത്യഭാമാത്മജാദശ. അടുത്തത് ജാമ്പവതിയുടെ പുത്രന്മാരാണ്. ശ്ലോകം 12. സാംബ സുമിത്ര പുരുജിത് ശതജിത് സഹസ്രജിത് വിജയ ചിത്രഹേതുശ്ച വസുമാൻ ദ്രവിഡ ക്രതു ജാമ്പവത്യാ സുതാഖ്യേതേ സാമ്പാദ്യ പിതൃസംഹിത. ഏതൊക്കെയാണ്? സാമ്പൻ, സുമിത്ര, പുരുജിത്, ശതജിത്, സഹസ്രജിത്, വിജയജിത്, വിജയ ചിത്രകേതു, വസുമാൻ, ദ്രവിഡ, ക്രതു എല്ലാം ജാമ്പവത്യാസുത, ജാമ്പവതിയുടെ പുത്രന്മാരാണ്. 10 പുത്രന്മാർ. സാമ്പാദ്യ പിതൃസമ്മത, പിതാവിന് തുല്യരായ സാമ്പന്മാർ തുടങ്ങിയവർ ജാമ്പവതിയിൽ ജനിച്ചു. സാംബ സുമിത്ര പുരുജിത് ശതജിത് സഹസ്രജിത് വിജയ ചിത്രകേതുശ്ച വസുമാൻ ദ്രവിഡ ക്രതു ജാമ്പവത്യാസുതാഖ്യതേ സാമ്പാദ്യ പിതൃസമ്മതാഹ.
ശ്ലോകം 13. അടുത്തത് സത്യയുടെ നാഗ്നജിതിയുടെ പുത്രന്മാരാണ്. വീരചന്ദ്രോ അശ്വസേനശ്ച ചിത്രഗുർവേഗവാൻ വൃഷ ആമ ശങ്കുർ വസു ശ്രീമാൻ കുന്തിർ നാഗജിതേ സുധാഹ. അതൊക്കെയാണ് നാഗ്നജിതേ സുധ, നാഗ്നജിതിയുടെ പുത്രന്മാർ, അതായത് സത്യയുടെ. വീരചന്ദ്രോ വീരൻ, ചന്ദ്രൻ, അശ്വസേനശ്ച അശ്വസേനനും, ചിത്രഗു വേഗവാൻ, വൃഷൻ, ആമൻ, ശങ്കു, വസു, ഷീമാൻ ഷീമാനായ കുന്തി. ഇത്രയും നാഗ്നജിത സുത, നാഗ്നജിതിയിൽ ജനിച്ച പുത്രന്മാരാണ്. വീരചന്ദ്രോ അശ്വസേനശ്ച ചിത്രഗുർവേഗവാൻ വൃഷ ആമ ശങ്കുർ വസു ഷീമാൻ കുന്തിർ നാഗ്നജിതേ സുതാം. ശ്ലോകം 14. ശ്രുതകവിർ വൃഷോ വീര സുബാഹുർഭദ്ര ഏകലഹ ശാന്തിർദർശ പൂർണമാസ കാളിന്ത്യ സോമഗോവരാം. അടുത്ത കാളിന്ത്യയുടെ പുത്രനാണ് ശ്രുതൻ, കവി, വൃഷൻ, വീരൻ, സുബാഹു, ഭദ്ര ഏകനായി തന്നെ ശത്രുക്കളെ കൊല്ലുന്ന ഭദ്രൻ, ശാന്തി ദർശൻ, പൂർണമാസൻ, കാളിന്ത്യാഹ സോമഹോ അവര. കാളിന്ത്യയുടെ മക്കൾ സോമഹോ അവരൻ, സോമകൻ, അവരഹ ഒടുവിലെത്തവൻ സോമകൻ. അങ്ങനെ കാളിന്തിയിൽ 10 പുത്രന്മാർ. ശ്രുതകവിർ വൃഷോ വീര സുബാഹുർഭദ്ര ഏകല ശാന്തിർദർശ പൂർണമാസ കാളിന്ത്യ സോമഗോപരാം. ഇനി അടുത്ത ലക്ഷ്മണയുടെ പുത്രന്മാരാണ് 15. പ്രഘോഷാഗാത്രവാൻ സിംഹോ ബലപ്രബല ഊർധക മാദ്ര്യ പുത്ര മഹാശക്തി സഹവോജോ അപരാജിത. ലക്ഷ്മണയുടെ പുത്രന്മാർ പ്രഘോഷൻ, ഗാത്രവാൻ, സിംഹൻ, ബലൻ, പ്രബലൻ, ഊർത്തകൻ, മാദ്ര്യ എന്ന് വെച്ചാൽ മാദ്രി രാജാവിന്റെ പുത്രി ലക്ഷ്മണയുടെ പുത്രനാണ് മാദ്രി രാജകുമാരി. അതാണ് ലക്ഷ്മണയുടെ പുത്രാഹ. മഹാശക്തി, സഹ ഓജോ അപരാജിത, സഹൻ ഓജസ് അപരാജിതൻ എന്നീ 10 പുത്രന്മാർ മാദ്രാകുമാരിയുടെ അതായത് ലക്ഷ്മണയുടെ പുത്രന്മാരാണ്. പ്രഘോഷോ ഗാത്രവാൻ സിംഹോ ബലപ്രബല ഊർത്തക മാദ്ര്യാപുത്ര മഹാശക്തി സഹ ഓജസോപരാജിത. ശ്ലോകം 16. ഭൃഗോ ഹർഷോ അനിലോ ഗൃത്രോ വർദ്ധനോ അന്നാദ ഏവച മഹാശപാവനോ വന്യർ മിത്രവിന്ദാത്മജാക്ഷുതി. അടുത്തത് മിത്രവിന്ദയുടെ പുത്രന്മാരാണ്. ഭൃഗൻ, ഹർഷൻ, അനിലോ അനിലൻ, ഗൃത്രൻ, വർദ്ധനൻ, അന്നാദൻ, ഏവച തുടങ്ങിയവരും, മഹാശയൻ, പാവനൻ, വന്നി, മിത്രവിന്ദാത്മജ. ഇത്രയും പേര് മിത്രവിന്ദാത്മജ ക്ഷുതിയുണ്ട്. ഇവരെത്രയും മിത്രവിന്ദയിൽ ജനിച്ച പുത്രന്മാരാണ്. ഭൃഗോ ഹർഷോ അനിലോ ഗൃത്രോ വർദ്ധനോ അന്നാദ ഏവച മഹാശയ പാവനോ വന്യർ മിത്രവിന്ദാത്മജാക്ഷുതി. ശ്ലോകം 17. ഭദ്രയുടെ പുത്രന്മാരാണ്. സംഗ്രാമജിത് ബൃഹത്സേന ശൂരപ്രകരണോ അരിജിത് ജയസുഭദ്രോ ഭദ്രായ വാമ ആയുശ്ച സത്യകഃ. ഭദ്രയുടെ പുത്രന്മാരൊക്കെയാണ് സംഗ്രാമജിത്, ബൃഹസ്സേനൻ, ശൂരൻ, പ്രകരണൻ, അരിജിത്ത്, ജയൻ, സുഭദ്രൻ, ഭദ്രായ അത് ഭദ്രയുടെ പുത്രന്മാരാണ്. പിന്നെ വാമൻ, ആയുസ്, സത്യകൻ. ഇത്രയും ഭദ്രയുടെ പുത്രന്മാർ. സംഗ്രാമജിത് ബൃഹസ്സേന ശൂരപ്രകരണോ അരിജിത് ജയസുഭദ്രോ ഭദ്രായ വാമ ആയുശ്ച സത്യകഃ.
ശ്ലോകം 18. ദീപ്തിമാൻ താമ്ര തപ്താദ്യ രോഹിണ്യാസ്തനയാഹരേ പ്രത്യുമ്നാചാനുരുത്തോ ഭൂത് രുക്മവദ്യ മഹാബല. ഇനി പുത്രന്മാരുടെ പുത്രൻ, അത് പിന്നെ രോഹിണി അല്ല, ആദ്യത്തത് രുക്മിണിയല്ലേ ആദ്യ ഭാര്യ. അപ്പൊ രുക്മിണിയുടെ പുത്രന്റെ മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. 18. ദീപ്തിമാൻ താമ്ര തപ്ത്യാദ്യ രോഹിണ്യാസ്തനയാഹര. രോഹിണിയുടെ, ഇനി പ്രത്യുമ്നന്റെ ഭാര്യമാരുടെ പറയാണ്. രോഹിണിയില് ദീപ്തിമാൻ, താമ്ര തപ്തൻ മുതലായവർ രോഹിണിയിൽ ജനിച്ച പുത്രന്മാർ. പ്രത്യുമ്നാച്ച അനിരുത്തോഭൂത് രുക്മവത്യ മഹാബല. പ്രത്യുമ്നനിൽ നിന്നും രുക്മവതിയിൽ മഹാബലവാനായ അനിരുദ്ധൻ ജനിച്ചു. രുക്മവതി എന്ന് പറഞ്ഞാൽ രുക്മിയുടെ പുത്രിയാണ് രുക്മവതി. അപ്പൊ പ്രത്യുമ്നൻ രുക്മവതിയെ വിവാഹം ചെയ്തു. അതടുത്ത ശ്ലോകത്തിലൂടെ പറയും. ദീപ്തിമാൻ താമ്ര തപ്താദ്യ രോഹിണ്യാസ്തനയാഹരേ പ്രത്യുമ്നാചാനുരുദ്ധോ ഭൂത് രുക്മവദ്യ മഹാബലാം. ശ്ലോകം 19. പുത്ര്യാം തു രുക്മിണോ രാജൻ നാംനാ ഭോജകടേപുരേ ഏതാഷാം പുത്ര പൗത്രാശ്ച ബഭൂവു കോടിശോ നൃപ മാതര കൃഷ്ണജാതാനാം സഹസ്രാണി ച ഷോഡശ. പുത്രിയാം തു രുക്മിണോ രാജൻ. പ്രത്യുമ്നന്റെ ഭാര്യയായ രുക്മവതി എന്ന് പറയുന്നത് രുക്മിയുടെ പുത്രിയാകുന്നു. പുത്രിയാം തു രുക്മിണോ രാജൻ. പ്രത്യുമ്നന്റെ ഭാര്യ രുക്മവതി നാംന ഭോജകടേപുരേ. ഭോജകടമെന്ന പുരത്തിൽ അവിടെ വച്ച് പ്രത്യുമ്നന്റെ ഭാര്യ രുക്മവതിയില് അനിരുദ്ധൻ ജനിക്കുകയാണ്. ഏതേഷാം പുത്ര പൗത്രേഷാം. ഈ വിധം കൃഷ്ണന് പുത്രന്മാര് പൗത്രന്മാർ ബഹൂബു കോടിശോ 10,008 ഭാര്യമാരിലും 10 പുത്രന്മാരും അവർക്കുള്ള പുത്രന്മാരായ കൃഷ്ണ പൗത്രന്മാരും പ്രപൗത്രന്മാരുമായിട്ട് മാതരഹ കൃഷ്ണ ജാതാനാം സഹസ്രാണി ച ഷോഡശ. ഷോഡശ സഹസ്രാണി 16,000 ഭാര്യമാരിലും 10 പുത്രന്മാർ, പിന്നെ അവരുടെ മക്കളുടെ മക്കള്, ഇങ്ങനെ കോടിക്കണക്കിന് സന്താനങ്ങൾ കൃഷ്ണ പരമ്പരയിൽ ജനിച്ചു. പുത്ര്യാം തു രുക്മിണോ രാജൻ നാംനാ ഭോജകടേപുരേ ഏതേഷാം പുത്ര പൗത്രാശ്ച ബഭൂവു കോടിശോ നൃപാം മാതര കൃഷ്ണജാതാനാം സഹസ്രാണി ച ഷോഡശ. ഇവിടെ നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരേ ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.